ഈ വെബ്സൈറ്റുകൾ സമയം കളയാനും ബോറടി മാറ്റാനും ഉള്ളതാണ്. പക്ഷെ നിങ്ങൾ മനസ്സിൽ കരുതേണ്ട ഒരു കാര്യമുണ്ട്. വിനോദത്തിന് വേണ്ടി മാത്രമായി കളിക്കുക. പഠനത്തിനോ ജോലിക്കോ ഉള്ള സമയത്ത് ഗെയിം കളിക്കുന്നത് നിങ്ങളുടെ ജീവിതത്തെ ഒരുപാട് ബാധിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് കളി ഒരുപാടാകരുത്. ഒരു ദിവസം എത്ര സമയം കളിക്കണമെന്ന് നിങ്ങൾ സ്വയം തീരുമാനിക്കുക. സന്തോഷമായി കളിക്കുക, ആരോഗ്യമായിരിക്കുക. നമസ്കാരം സുഹൃത്തുക്കളെ, ഞാൻ ജാബിർ വരിക്കോടൻ. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിലൂടെ നിങ്ങൾ കമ്പ്യൂട്ടറിന് മുന്നിൽ വെറുതെ ഇരിക്കുകയാണോ, അതല്ലെങ്കിൽ നിങ്ങളുടെ ഫോൺ ഉപയോഗിച്ചുകൊണ്ട് സമയം പോവാതിരിക്കുകയാണോ, അതുമല്ലെങ്കിൽ നിങ്ങളുടെ ഫോണിലോ കമ്പ്യൂട്ടറിലോ സ്റ്റോറേജ് മെനക്കെടുത്താതെ നിങ്ങൾക്ക് ഗെയിം കളിക്കാൻ ആഗ്രഹിക്കുന്നവരാണോ? അങ്ങനെയുള്ളവർക്ക് യൂസ്ഫുൾ ആകുന്ന 4 കിടിലൻ വെബ്സൈറ്റുകളാണ് ഇന്ന് ഞാനിവിടെ പരിചയപ്പെടുത്തുന്നത്. 4 വെബ്സൈറ്റും വ്യത്യസ്തമായി നിങ്ങൾക്ക് ഉപയോഗിക്കാൻ സാധിക്കും. വെബ്സൈറ്റുകളുടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ നൽകിയിട്ടുണ്ട്. ആവശ്യമുള്ളവർക്ക് ആ ലിങ്ക് ക്ലിക്ക് ചെയ്തുകൊണ്ട് ഉപയോഗിച്ച് നോക്കാം. വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള, എന്നാൽ സിമ്പിളായി യാതൊരുവിധ ഇൻസ്റ്റാളേഷനും നടത്താതെ നിങ്ങൾക്ക് നിങ്ങളുടെ ഡിവൈസ് ഏതുമായിക്കോട്ടെ, ഐഫോണോ ആൻഡ്രോയിഡോ അതല്ലെങ്കിൽ PC യോ കമ്പ്യൂട്ടറോ ഏതുമായിക്കോട്ടെ, അതിൽ നിന്ന് നിങ്ങൾക്ക് യാതൊരുവിധ ലാഗും കാര്യങ്ങളൊന്നും ഇല്ലാതെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഗെയിമുകൾ കളിക്കാൻ സാധിക്കും. അതിപ്പോൾ നിങ്ങൾ PUBG അതല്ലെങ്കിൽ കോൾ ഓഫ് ഡ്യൂട്ടി പോലെയുള്ള ഫയറിംഗ് ഗെയിമുകളോ അതല്ലെങ്കിൽ മറ്റേതെങ്കിലും മൈൻക്രാഫ്റ്റ് പോലെയുള്ള ഗെയിമുകൾ അതല്ലെങ്കിൽ പസിൽ ഗെയിമുകൾ, ഏത് രീതിയിലുള്ള ഗെയിമുകളായിക്കോട്ടെ, അതെല്ലാം നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ഇൻസ്റ്റാൾ ചെയ്യാതെ യാതൊരുവിധ ലാഗുമില്ലാതെ നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കും. അങ്ങനെയുള്ള 4 വെബ്സൈറ്റുകളാണ്. അപ്പോൾ ഏതൊക്കെയാണെന്ന് നോക്കാം. അതിന് മുൻപ് ചാനൽ നിങ്ങൾ പുതിയതാണെങ്കിൽ മടിക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ കാണുന്ന ബെല്ലൈക്കണിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നോട്ടിഫിക്കേഷനും എനേബിൾ ചെയ്ത് വെക്കുക. വീഡിയോ എല്ലാവരിലേക്കും ഷെയർ ചെയ്ത് കൊടുത്തോ, അറിയാത്തവർ അറിഞ്ഞിരിക്കട്ടെ. ഇതുവരെ ഈ കാര്യം അറിയില്ലല്ലോ ബ്രോ, പറഞ്ഞതിന് താങ്ക്സ് എന്ന് പറയാൻ ആഗ്രഹിക്കുന്നവർ വീഡിയോക്ക് താഴെ കമൻറ്റായി രേഖപ്പെടുത്തുക. അപ്പോൾ എന്നാലും ഏതാണ് ഈ സൈറ്റുകളെന്ന് നോക്കാം. വെബ്സൈറ്റ് നമ്പർ 1 പോക്കി. നിങ്ങൾക്ക് പേര് വളരെ പരിചയമുള്ളതെന്നാണെങ്കിലും ഈ ഒരു വെബ്സൈറ്റിനുള്ളിൽ നിങ്ങൾക്ക് നിരവധി ഗെയിമുകളാണ് ലഭിക്കുന്നത്. ഒരു ഗെയിമിൻ്റെ ഒരു ഹബ്ബ് തന്നെയാണിത്. നിങ്ങൾക്ക് ഏത് രീതിയിലുള്ള ഗെയിം വേണമെങ്കിലും ഇതിൽ നിന്ന് സെലക്ട് ചെയ്ത് കളിക്കാം. ഇതിന് പ്രത്യേകത എന്ന് പറയുന്നത് ഇതിൻ്റെ യൂസർ ഇൻ്റർഫേസ് വളരെ ഫ്രണ്ട്ലി ആണ്. ഓരോ ഗെയിമുകളും പെട്ടെന്ന് തിരഞ്ഞെടുക്കുക എന്നുള്ളതും ഇത് നമുക്ക് ഈസി ആയിട്ട് ചെയ്യാൻ സാധിക്കും. പക്ഷേ ഇതിനൊരു പോരായ്മ എന്നുള്ളത് ചിലപ്പോൾ നമുക്ക് പരസ്യങ്ങളുടെ ശല്യം ഉണ്ടായേക്കാം. നെറ്റ് ഓൺ ചെയ്തുകൊണ്ട് മാത്രമാണ് നമുക്കിതിനെ കളിക്കാൻ സാധിക്കുന്നത് എന്നുള്ളത് കൊണ്ട് പരസ്യങ്ങൾ നമുക്ക് ബ്ലോക്ക് ചെയ്യുക കുറച്ച് ബുദ്ധിമുട്ടാണ്. മറ്റു ടെക്നിക്കുകൾ ഉപയോഗിക്കേണ്ടി വരും. അത് നമുക്ക് അടുത്തൊരു വീഡിയോയിലൂടെ മനസ്സിലാക്കാം. ഇത് നമുക്ക് സബ്വേ സഫർ അതല്ലെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ ഷൂട്ടിംഗ് ഗെയിമുകൾ, ഏത് രീതിയിലുള്ള ഗെയിമുകളും കളിക്കാൻ സാധിക്കും. വെബ്സൈറ്റ് നമ്പർ 2 എൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു വെബ്സൈറ്റ് കൂടിയാണിത്. ഇത് യൂസർ ഇൻ്റർഫേസുമായിട്ട് യാതൊരു ബന്ധവും ഇതില്ല. കാരണം നിങ്ങൾ ഈ ഒരു വെബ്സൈറ്റ് ഓപ്പൺ ചെയ്യുന്നതോടൊപ്പം തന്നെ നിങ്ങൾക്ക് ഗെയിം കളിക്കാനുള്ള ഓപ്ഷനാണ് ലഭിക്കുന്നത്. ഇതിൽ നമുക്ക് സിംഗിൾ FPS ഗെയിമാണ് ലഭിക്കുന്നത്. അഥവാ PUBG അതല്ലെങ്കിൽ കോൾ ഓഫ് ഡ്യൂട്ടി അതല്ലെങ്കിൽ ഫ്രീ ഫയർ പോലെയുള്ള ഒരു ഷൂട്ടിംഗ് ഗെയിം. ഇത് നിങ്ങൾക്ക് ടീമായിട്ട് കളിക്കാൻ സാധിക്കും. വ്യത്യസ്തമായ വെപ്പനുകൾ തിരഞ്ഞെടുക്കാൻ സാധിക്കും. അതുപോലെ വ്യത്യസ്തമായ മാപ്പുകളും ലഭിക്കുന്നതായിരിക്കും. ഫ്രീ ഫയറോ അതല്ലെങ്കിൽ PUBG ഒക്കെ കളിക്കുമ്പോൾ നമുക്കറിയാം നിരവധി പ്രശ്നങ്ങളാണ് നമുക്കുള്ളത്. ഒന്ന്, നമ്മുടെ ഫോണിൻ്റെ സ്റ്റോറേജ് വളരെയധികം യൂസ് ചെയ്യുന്നു. അതുപോലെ ഫോണിൻ്റെ പെർഫോമൻസ് നന്നാവുന്ന രീതിയിൽ മാത്രമാണ് നമുക്ക് നല്ല രീതിയിൽ കളിക്കാൻ സാധിക്കുക. എന്നാൽ ഈ ഒരു ഗെയിമിൽ നമുക്ക് PUBGയിലൊക്കെ ലഭിക്കുന്ന അതേ രീതിയിലുള്ള ഗ്രാഫിക്സ് ലഭിക്കുന്നുണ്ട്. മാത്രവുമല്ല യാതൊരുവിധ ലാഗുമില്ലാതെ നല്ല ഒരു ഇൻ്റർനെറ്റ് കണക്ഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കൃത്യമായി ഇതിൽ നിന്ന് ഷൂട്ടിംഗ് ഗെയിമുകൾ കളിക്കാൻ സാധിക്കും. ഒരൊറ്റ ഗെയിം മാത്രമാണ് ഈ ഒരു വെബ്സൈറ്റിലൂടെ നമുക്ക് ലഭിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഓപ്പൺ ചെയ്ത ഉടനെ നിങ്ങൾക്ക് ആവശ്യമായ വെപ്പൻസുകളും കാര്യങ്ങളും സെലക്ട് ചെയ്തുകൊണ്ട് കളി തുടങ്ങാം. ലാപ്ടോപ്പിലോ PC-യിലോ ഒക്കെ നിങ്ങൾക്ക് ഫ്രീ ഫയർ അതല്ലെങ്കിൽ കോൾ ഓഫ് ഡ്യൂട്ടി പോലെയുള്ളവ കളിക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഈ ഒരു വെബ്സൈറ്റിൽ നിങ്ങൾക്ക് പരീക്ഷിക്കാവുന്നതാണ്. വെബ്സൈറ്റ് നമ്പർ 3 ആദ്യം പരിചയപ്പെടുത്തിയ പോക്കി പോലെ തന്നെ നിരവധി ഗെയിമുകൾ ലഭിക്കുന്ന ഒരു ചാനൽ. ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് നേരത്തെ അതിലുണ്ടായ അത്തരത്തിലുള്ള പരസ്യങ്ങളുടെ ശല്യം നമുക്ക് ഇതിലധികം ഉണ്ടാകില്ല എന്നുള്ളതാണ്. 100 കണക്കിന് ഗെയിമുകളാണ് ഇതിനകത്ത് നമുക്ക് ലഭിക്കുന്നത്. അതിൽ ഏറ്റവും പ്രധാനമായിട്ടും പോക്കിയിലുള്ളതിനേക്കാൾ കൂടുതൽ FPS രീതിയിലുള്ള ഗെയിമുകളും ഇതിൽ അവൈലബിൾ ആണ് എന്നുള്ളതാണ്. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ യൂസർ ഇൻ്റർഫേസ് വളരെ സിമ്പിളാണ്. ഏതൊരാൾക്കും പെട്ടെന്ന് ഗെയിമുകൾ ആക്സസ് ചെയ്യുകയും കളിക്കുകയും ചെയ്യാൻ സാധിക്കുന്ന രീതിയിലാണ് ഇതിൻ്റെ UI രൂപീകരിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഏതൊരു ഡിവൈസിനും ലാഗില്ലാതെ നമുക്ക് ഇഷ്ടമുള്ള ഗെയിമുകൾ തിരഞ്ഞെടുത്ത് കളിക്കാം. എല്ലാ രീതിയിലുള്ള ഗെയിമുകളും ഇതിൽ നമുക്ക് അവൈലബിൾ ആണ്. വെബ്സൈറ്റ് നമ്പർ 4 ലിസ്റ്റിലെ ഏറ്റവും അവസാനത്തെ താരം. പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ ഗെയിമുകളുടെ ഒരു ശേഖരമാണ് ഇതിനകത്തുള്ളത്. പ്രത്യേകത എന്ന് പറയുന്നത് കാഷ്വൽ ഗെയിമുകളും പുതിയ ഹൈപ്പർ കാഷ്വൽ ഗെയിമുകളും അതുപോലെ ഹൈ ഗ്രാഫിക്സ് ഗെയിമുകളൊക്കെ ഉൾക്കൊണ്ടിട്ടുള്ള ഒരു ഗെയിമിൻ്റെ ശേഖരം തന്നെയാണ് ഇതിനകത്തുള്ളത്. ലളിതമായ യൂസർ ഇൻ്റർഫേസ് കാരണം ഗെയിമുകൾ നമുക്ക് നേരത്തെയുള്ള പറഞ്ഞ വെബ്സൈറ്റുകളെ പോലെ തന്നെ ഇതിനകത്തും പെട്ടെന്ന് സെലക്ട് ചെയ്യാൻ സാധിക്കും. കൂടുതൽ കോംപ്ലക്സ് അല്ലാത്ത വളരെ ലളിതമായ ഒട്ടും മനസ്സിലാവാത്ത രീതിയിൽ നിരവധി ഗെയിമുകൾ നമുക്ക് ഇതിനകത്തുനിന്ന് ആക്സസ് ചെയ്യുന്നു.
കളിക്കുകയും എൻജോയ് ചെയ്യുകയും ചെയ്യാം. അപ്പോൾ ഇൻസ്റ്റാൾ ചെയ്യുകയോ ഫോണിൻ്റെയോ അതല്ലെങ്കിൽ നമ്മുടെ ഡിവൈസിൻ്റെയോ മെമ്മറി നഷ്ടപ്പെടുത്താതെയോ ധാരാളം ഗെയിമുകൾ ഇപ്പോൾ നമുക്ക് കളിക്കാൻ സാധിക്കും. ഈ 4 വെബ്സൈറ്റുകളിൽ ഏതെങ്കിലും ഒന്നൊക്കെ ആക്സസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ 4 വെബ്സൈറ്റും പരിശോധിച്ചതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഏതാണെന്നോ വീഡിയോക്ക് താഴെ കമൻറ്റ് ചെയ്യാൻ മടിക്കരുത്. അതുപോലെ ഇത്തരത്തിലുള്ള മറ്റേതെങ്കിലും വെബ്സൈറ്റുകൾ നിങ്ങൾ ഉപയോഗിക്കുന്നുണ്ടെങ്കിലും ആ വെബ്സൈറ്റുകളുടെ പേരും കമൻറ്റായി രേഖപ്പെടുത്തുക. വീഡിയോയിൽ പറഞ്ഞ 4 സൈറ്റുകളുടെ ലിങ്കും ഡിസ്ക്രിപ്ഷനിൽ അവൈലബിൾ ആണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അഭിപ്രായങ്ങളും മറ്റ് നിർദ്ദേശങ്ങളും വീഡിയോക്ക് താഴെ കമൻറ്റായി രേഖപ്പെടുത്തുക. വീഡിയോ മറ്റുള്ളവരിലേക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ എന്തായാലും പുതിയ ടോപ്പിക്കായിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. അതുവരെയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കാത്തിരിക്കുക. നന്ദി, നമസ്കാരം, പീസ്.